ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളുടെ ഇന്നർ ഫെമിനൈനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മദർലി നേച്ചറായിരിക്കും, ഇൻറ്റ്യൂട്ടീവായിരിക്കും, എംപാത്തായിരിക്കും, അൺകണ്ടീഷണൽ ലവ് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു കാപ്പബിലിറ്റി കാണും. അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ ആ ഒരു ലവ് ആൻഡ് ലൈറ്റ് ലോകത്തിന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു ഡിവൈൻ എനർജി ആയിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഗോഡസ് എനർജി അല്ലെങ്കിൽ ഒരു ദേവിയുടെ എനർജി അല്ലേ? ആ ഒരു എസെൻസ് ആണ് നമ്മളൊക്കെയും. പാർവതി ദേവിയുടെ എസെൻസ്, ആ ഒരു ഡിവൈൻ എനർജിയുടെ എസെൻസ് ആണ് നമ്മളൊക്കെയും. അപ്പോൾ ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡിവൈൻ എനർജിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും ബാലൻസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാർവതി ദേവിയെ അല്ലെങ്കിൽ ദുർഗാദേവിയൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ ശാന്തമായിട്ട് അത്രയും ആ ഉള്ളിലുള്ള ഒരു ഡിവൈൻ ഗ്രേസിനെ ലോകത്തിനൊക്കെ കൊടുക്കുന്നവരായിരിക്കും. അറ്റ് ദ സെയിം ടൈം അവരുടെ ആ ഒരു ടാസ്ക് വരുമ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇമോഷണൽ ഒന്നും ആവാതെ, അതായത് ഞാൻ പറയുന്ന ഈ അസുരന്മാരെയൊക്കെ വധിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ആ ഒരു രൂപം, ആ ഒരു എന്താ പറയുന്നത്, അവിടെ അവർ ഒട്ടുവേ ഇമോഷൻസ് കൊടുക്കാറില്ല. അതായത് അതവരുടെ പർപ്പസ് ആയതുകൊണ്ട് അങ്ങനെ അതിലേക്ക് വന്ന് പിന്നെയും ബാക്ക് ടു അവരുടെ ആ ഒരു സ്ഥായി ഭാവം, അവരുടെ ആ ഒരു പെർമനൻറ്റ് ഭാവത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ എവിടെയൊക്കെ എത്രയൊക്കെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ആൻഡ് നമ്മളുടെ എപ്പോഴത്തെ ആ ഒരു ഡിവൈൻ എസെൻസിൽ എപ്പോഴും ഇരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇതായിരിക്കണം നമ്മളുടെ ടാസ്ക്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫെമിനൈൻ എനർജിയുടെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ ഉള്ളിലെ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഫെമിനൈൻ എനർജിയിലേക്ക് വരും, അല്ലെങ്കിൽ മസ്കുലൈൻ എനർജിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഈക്വലായിട്ട് ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ കൗണ്ടർ പാർട്ടിനും എനർജറ്റിക്കലി അത് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, യൂണിയൻ കഴിഞ്ഞിട്ടൊക്കെ എങ്ങനെയായിരിക്കും? യൂണിയൻ കഴിഞ്ഞാലും നമ്മൾ ഈ എനർജീനെ എല്ലായ്പ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ട്രിഗർ കിട്ടും. നമുക്ക് ട്രിഗർ കിട്ടുമ്പോൾ എന്താണ്, നമ്മൾ എനർജറ്റിക്കലി നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ വരുമ്പോൾ നമ്മളുടെ കൗണ്ടർ പാർട്ടും സെയിം തിങ് നമുക്ക് മിറർ ചെയ്ത് കാണിക്കും. ഓക്കെ ഇനി അപ്പോൾ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ഇന്നർ ഫെമിനൈൻ എനർജീനെ ബാലൻസ് ചെയ്യാനെന്ന് നോക്കാം. ആദ്യത്തേത്, നമ്മൾ എംപാത്തായിരിക്കും അല്ലേ? നമ്മുടെ ഉള്ളിലെ ലൈറ്റിനെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്, അതായത് പർപ്പസ്. അതിപ്പം ഹീലിംഗ് ആവണമെന്നൊന്നും ഇല്ല. അത് നിങ്ങളുടെ ആ ഒരു അതാത് പർപ്പസുകളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ സോൾ ലെവലിലേക്ക് കണക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ലൈറ്റിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ലൈറ്റിനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ഇന്നർ വോയിസിനെ കേൾക്കാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഒക്കെയും പലപ്പോഴും, അതായത് ഒരു കോ ഡിപ്പെൻഡൻസിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം, നമ്മളുടെ ഫിയർ ബേസ്ഡ് എനർജിയിൽ നിന്ന് കുറേ ഡിസിഷൻസൊക്കെ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കുക, അത് പിന്നെയും നമ്മൾ സെയിം കൈൻഡ് ഓഫ് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ചുറ്റുമുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ വോയിസ് കാണും, എനിക്കിത് വേണം, ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ അസെൻഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടാസ്കിലേക്ക് വരാനായിട്ട് നമുക്കുള്ള ഓരോ ഫിയറിനെയും എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി അതിനെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് ആ ഒരു ലൈറ്റിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫിയർ ബേസ്ഡ് എനർജി, ആ ഒരു ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെത്താനെ മനസ്സിലാക്കി അതിനെ ഫേസ് ചെയ്യാനായിട്ട് പഠിക്കുക. അടുത്തതായിട്ട്, ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് താഴത്തെ 3 ചക്രാസ്, അത് ലോജിക്കൽ സൈഡാണ് നമ്മളുടെ. മുകളിലത്തെ 3 ചക്രാസ്
ഒരു സൈക്കിക് സൈഡെന്ന് പറയാം, ഫെമിനൈൻ സൈഡെന്നൊക്കെയും പറയാം. അപ്പോൾ ഈ മൂന്ന് ചക്രാസ്, 6 ചക്രാസിനെ കണക്ട് ചെയ്യുന്നത് ഹാർട്ട് ചക്രയാണ്. ഫെമിനൈൻ എനർജിയുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഹാർട്ട് ചക്രയെ ഹീൽ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിലുള്ള, അതായത് മുകളിലേക്കും താഴേക്കും ഉള്ള എല്ലാ ചക്രാസിനെയും നമുക്ക് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ആ ചക്രാസിലുള്ള ഇഷ്യൂസിനെ ഹീൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ആൻഡ് നമ്മൾക്ക്, അതായത് ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിൽക്കുമ്പോൾ ഫെമിനൈൻ എനർജിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബ്ലോക്കേജസ് കിടക്കുന്ന ഹാർട്ട് ചക്രയിലായിരിക്കും. ഹാർട്ട് ചക്രയിലുള്ള പേർജിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസവും. കുറച്ച് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ എടുക്കും നമുക്ക് ഈ ഹാർട്ട് ചക്രയെ ഒന്ന് ഹീലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലൊക്കെ ആണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ഹാർട്ട് ചക്രയെ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങുക. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കൽ സൈഡും നിങ്ങളുടെ ഇമോഷണൽ സൈഡിനെയും ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പതിയെ പറ്റും. ഈ ഒരു ഹാർട്ട് ചക്രയെ ഹീൽ ചെയ്യുമ്പം ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്കാണെങ്കിൽ അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ഒരു ടെലിപ്പത്തി കണക്ഷൻ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു വൺനെസ്സിൻ്റെ എനർജിയിൽ വരാനായിട്ടും ഹാർട്ട് ചക്ര ഹീലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ ലേസിനെസ് ആയിരിക്കും. അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മടി വരും. അത് മേ ബി നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നതാവാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾക്കൊരു എക്സ്പെക്റ്റേഷൻ കാണും, നമ്മളുടെ കൗണ്ടർ പാർട്ട് വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ലൈഫിൽ നടക്കുന്നില്ല. പിന്നെയും പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുന്നു, കാർമിക്സിൻ്റെ ട്രിഗേഴ്സൊക്കെ വരുന്നു. അതുകൊണ്ട് ഞാനിനി ചെയ്യില്ല, അല്ലെങ്കിൽ കുറച്ച് ലേസിനെസ് വരുമെന്ന് വരുമ്പോൾ നിങ്ങൾ എന്നും ഒരേപോലെ ഇന്നർ വർക്ക് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ ഇന്നലെ വരെ ഇപ്പം മെഡിറ്റേഷൻസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം അതൊന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ദിവസം ഗ്രൗണ്ടിങ് ചെയ്യുക. ഗ്രൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നേച്ചറിലേക്കൊക്കെ കണക്റ്റായിട്ടൊന്ന് നടക്കുക, മരങ്ങളോട്, ചെടികളോട്, കിളികളോട് ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. അതും നമുക്കൊരു ഹീലിംഗ് ആണ്. പിന്നെ നമ്മുടെ ഉള്ളിലെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇന്നർ ഫെമിനൈനിലേക്ക് കണക്ട് ചെയ്യാൻ പ്രയത്നം നമ്മൾ വർക്കൊക്കെ ചെയ്യും. പിന്നെ ഈ ഹാർട്ട് ചക്രയിൽ പെയിൻ വരുമ്പോൾ, പേർജിങ് വരുന്ന ഉടനെ നമ്മുടെ ഉള്ളിലൊരു റെസ്റ്റ്ലെസ്നെസ് വരും. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവിടെ സറണ്ടർ ചെയ്യുക. കാരണം അങ്ങനെ ഒരു പെയിൻ വരുന്നുണ്ട്, അങ്ങനെ ഒരു റെസ്റ്റ്ലെസ്നെസ് വരുന്നുണ്ടെങ്കിൽ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ അൺഹീൽഡ് പാർട്ട് പിന്നെയും നിങ്ങളുടെ സർഫേസിൽ വരികയാണ് ഹീലിംഗ് ചെയ്യാനായിട്ട്. നമ്മളൊക്കെയും ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഇന്നർ ട്രോമാസിനെ ഹീൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം നമ്മൾക്ക് ഇഷ്യൂസ് കിട്ടാനായിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് സർഫേസിൽ വരുവാണ്. ഈ റെസ്റ്റ്ലെസ്നെസ് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെയും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നമ്മളുടെ ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയം, അല്ലെങ്കിൽ പേരൻസുമായിട്ടുള്ള ഒരു റിലേഷൻസിൻ്റെ ഇഷ്യൂസ്, മേ ബി പാസ്റ്റ് ലവേഴ്സിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഓരോ ഫിലിമായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊക്കെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ പതിയെ ആ ഒരു ലോവർ വെർഷൻസിലേക്ക് കണക്റ്റ് ആയിട്ട് അവിടെ ഹീലിംഗ് കൊടുത്ത്, അവിടെ അൺകണ്ടീഷണൽ ലവ് കൊടുത്തിട്ട് ആ ഓരോ നമ്മുടെ ലോവർ വെർഷൻസിനെയും നമ്മളുടെ ഉള്ളിലേക്ക് മേർജ് ചെയ്യുക. ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്, അത് മനസ്സിലാക്കുക. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ കാർമിക്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ ഉള്ളവർ മനസ്സിലാക്കുക. ആൻഡ് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മൾ ഈ ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ബെസ്റ്റ് വെർഷനിൽ എത്താനാണ്, അല്ലാതെ നമ്മളുടെ കൗണ്ടർ പാർട്ട് വരാനല്ല. കൗണ്ടർ പാർട്ട് വരിക എന്നുള്ളത് പാർട്ട് ഓഫ് ദ ജേർണിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫിയർ വെച്ചിട്ട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പം പിന്നെ അവിടെ ഒരു പുഷ് എനർജിയാണ്. അതായത് ആ കൗണ്ടർ പാർട്ടിനെ നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു നീഡിനെസ് കൊണ്ട് നമ്മൾ പുഷ് ചെയ്ത് ദൂരം വെക്കുകയാണ്. സോ ഇവിടെ സ്പേസ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഹീലായി നിങ്ങളുടെ ബെസ്റ്റ് വെർഷനിൽ വരാനാണ്. പിന്നെ കാർമിക്സ് ഉള്ളവർ,
കാർമിക്സ് ഉള്ളവർക്ക് ഇവിടെ ഉള്ള ടാസ്ക് അല്ലെങ്കിൽ ഇവിടെ പാറ്റേണെ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയുക, എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ടാസ്ക്. വൺസ് നിങ്ങളൊരു ഹയർ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ, ഈ ഇന്നർ വർക്ക് ചെയ്ത് മുമ്പോട്ട് ഒരു ഹയർ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ, ആ കാർമിക് എന്ന് പറയുന്ന സോള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് ഈ ജേണിയിലെങ്കിൽ തീർച്ചയായിട്ടും അവർ സപ്പോർട്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ അവർ കുറച്ചൊരു സ്പേസ് നിങ്ങൾക്ക് തരാൻ റെഡി ആയിരിക്കും. അതായത് അവിടെ ഒരു സെപ്പറേഷൻ വരും. അത് ടെമ്പററി ആയിരിക്കാം, പെർമനൻ്റ് ആയിരിക്കാം. കാരണം അതൊരു സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ചുള്ള സെപ്പറേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ സറണ്ടർ ചെയ്ത് എനിക്ക് ഈ ഇത്രയും ഹിൻഡ്രൻസസ് ഉണ്ടെന്നും ആലോചിക്കാതെ ഇതിൽ നിന്നും ഞാൻ എത്ര നേരം എനിക്ക് വേണ്ടി എൻ്റെ ഇന്നർ വർക്കിന് വേണ്ടി എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നർ വർക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഗോ വിത്ത് ദ ഫ്ലോ ആണ്. ഈ ജേണിയിലേക്ക് വരുമ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് ആണെങ്കിലും ട്വിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണെങ്കിലും ആദ്യം ഫെമിനൈൻ എനർജിയുടെ ലൈഫിൽ കാർമിക് ക്ലിയറൻസ് ആയിരിക്കും നടക്കുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന കാർമിക്സ് ഒക്കെയും നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് അതുവരെയുള്ള ഫ്രണ്ട്ഷിപ്സ് കാണില്ല, ജോലി പോകുന്നത്, അല്ലെങ്കിൽ ഈവൻ ഫാമിലി പോലും നമുക്ക് ദൂരമായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ കർമ്മയായിരുന്നു, അതൊരു സോൾ എഗ്രിമെൻറ്റ് കഴിഞ്ഞപ്പം പോയതാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഞാൻ ഇന്നർ വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ആലോചിക്കരുത്. അതിൻ്റെ പോസിറ്റീവ് സൈഡ് ആലോചിക്കുക. നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് പാത്തിലേക്ക് നിങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എനർജീനെ സക്ക് ചെയ്തിരുന്ന ആൾക്കാരൊക്കെയും നിങ്ങളെ വിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് എല്ലാ കാര്യങ്ങളും ഒരു റീസൺ കാരണമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ആൻഡ് അത് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് ആലോചിക്കുക. അടുത്തായിട്ട് നമുക്ക് ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഫെമിനൈൻ എനർജിക്ക് കൺട്രോളിങ് ഇഷ്യൂസ് കാണും, മാനിപ്പുലേഷൻ കാണും, ജലസിയുടെ ഇഷ്യൂസ്, കമ്പയർ ചെയ്യുന്ന ഇഷ്യൂസ്, ഇതൊക്കെ ഡാർക്ക് സൈഡാണ് നമ്മളുടെ. അതായത് നമ്മുടെ ഷാഡോ സെൽഫാണ്. ഗോസിപ്പ് പറയുന്ന ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിലുണ്ടോ അതൊക്കെ പതിയെ പതിയെ എഴുതി ഹീൽ ചെയ്യുക. എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്? നമ്മളിപ്പം നമ്മളുടെ ലൈഫിൽ ആരെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഈവൻ നമ്മളുടെ എനർജീസിനെ പോലും നമ്മൾ ആ ഒരു ഫ്ലോയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ലൈഫിൽ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് കുറയും. ഇതെപ്പോഴും അവെയർനെസ്സിൽ വന്നുകൊണ്ടിരിക്കണം. പ്രാക്ടീസാണ്, ഡേ ടു ഡേ പ്രാക്ടീസാണ്. അപ്പോൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്താൽ, അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ എന്നോട് സംസാരിക്കും, ഇതൊക്കെ മാനിപ്പുലേഷനാണ്. അപ്പോൾ അവിടെ പിന്നെയും നമ്മൾക്ക് കോഡിപ്പെൻഡൻസിയുടെ ഇഷ്യൂസായി. ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് അവിടെ തിരുത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ പവറിനെ നമ്മൾ തിരിച്ചറിയുക. അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെയും ഒരു പവർലെസ്നെസ് അത് ആദ്യം തൊട്ടേ കാണും. പിന്നെയും നമുക്ക് പവറില്ല, വേറെ ആരെങ്കിലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ വിചാരിക്കും. ഓഫ് കോഴ്സ് ഒരു സോൾ ട്രൈബ് കാണും നിങ്ങൾക്ക്. നിങ്ങളുടെ അസെൻഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട സമയത്ത് ആ ഒരാൾ നിങ്ങളിലേക്ക് കണക്റ്റ് ആയിക്കോളും, അല്ലെങ്കിൽ ആ ഒരു ട്രൈബ് നിങ്ങളിലേക്ക് കണക്റ്റ് ആയിക്കോളും. പക്ഷേ നിങ്ങളുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ നിങ്ങളാണെന്ന് മനസ്സിലാക്കുക. അത്രയും പവറാണ് നിങ്ങളിലുള്ളത്. അതായത് ഒരു ഗോഡസിൻ്റെ എനർജിയുടെ എസെൻസ് ആണ്, ഒരു ദേവി ചൈതന്യം, അത്രയും ഡിവിനിറ്റി ഉള്ള ഒരു എനർജിയാണ് നമ്മളിൽ ഉള്ളതെന്ന് മനസ്സിലാക്കി ഫിയർലെസ് ആയിട്ട് ആ ഒരു പവറിനെ തിരിച്ചറിഞ്ഞ് എല്ലായ്പ്പോഴും ആ പവറിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. ഈ ഒരു പവറിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ഇന്നർ വോയിസിനെ കേൾക്കാൻ പറ്റും. അതായത് പലരും പറയാറുണ്ട്, എനിക്ക് ഉള്ളിൽ നിന്ന് ഈ ഒരു വോയിസ് വരുന്നു, പക്ഷേ എനിക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പേടിയാണ്, ഈ ഒരു കാര്യം ചെയ്യാൻ പേടിയാണ്. നോക്കൂ, നമ്മൾ കാമായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമ്മുടെ മൈൻഡല്ല, നമ്മുടെ സോളാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വോയിസിനെ എല്ലായ്പ്പോഴും തിരിച്ചറിയുക, ആ ഒരു വോയിസിനെ വിശ്വസിക്കുക, അതിനെ കേൾക്കാൻ പഠിക്കുക. ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജിയിലേക്ക്, ഗോഡ് എന്ന് പറയാം, ദൈവം എന്ന് പറയും, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു രൂപത്തിലുള്ള ഡിവൈൻ എനർജിയിലേക്ക് മേർജ് ആവാനുള്ളതാണ്. അത്രയ്ക്ക് ഒരു സ്പിരിച്വൽ ജേർണിയാണെന്ന് മനസ്സിലാക്കി എല്ലായ്പ്പോഴും
പ്രയോറിറ്റി നമ്മളുടെ ആ ഒരു സൂപ്പർ പവറിന്, ആ ഒരു യൂണിവേഴ്സൽ പവറിന് കൊടുക്കുക. അത് നിങ്ങൾ പല പേരുകളിലായിരിക്കും വിളിക്കുന്നത്. എല്ലായ്പ്പോഴും ആ ഒരു യൂണിവേഴ്സൽ പവറുമായിട്ട് കണക്റ്റായി ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു യൂണിവേഴ്സിനെ ഇതിനായിട്ട് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാവുന്നതാണ്. എന്ത് ഇന്നർ വർക്ക് ചെയ്താലും, എന്ത് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താലും അതിനെ ഒരു ഗോ വിത്ത് ദ ഫ്ലോ ടൈപ്പിൽ എടുക്കുക. കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് പ്രാവർത്തികമല്ല, പക്ഷേ ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇത് നമ്മൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് ആരോ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന പോലെയല്ല, ആ ഒരു ഫ്ലോയിൽ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തായിട്ട് ഈ ജേർണിയിൽ ഏറ്റവും കൂടുതലൊരു ഡിവൈൻ ഫെമിനൈൻ എനർജി ചെയ്യേണ്ടത് സെൽഫ് ലവിലിരിക്കുക, സെൽഫ് കെയർ എടുക്കുക. ആൻഡ് നമ്മളെ കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് ഹാപ്പിനെസ് തരാനും ഈവൻ നമ്മുടെ DM പോലും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. വൺസ് നമ്മൾ ആ ഒരു കംപ്ലീറ്റ്നെസ്സിൽ വരുമ്പോൾ മാത്രമേ ആ ഒരു കംപ്ലീറ്റ്നെസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിനെ ഷെയർ ചെയ്യാനായിട്ട് അത്രയും ഹയർ ഫ്രീക്വൻസിയിലുള്ള ആളുകൾ നമ്മളിലേക്ക് കണക്റ്റ് ആകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുവരെ നമ്മളൊരു ഐസൊലേഷൻ പീരീഡിലായിരിക്കും. പിന്നെ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സോളിറ്റ്യൂഡിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ എക്സാക്റ്റായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടവർ വരത്തുള്ളൂ മനസ്സിലാക്കുക. അടുത്തായിട്ട് ഈ ഫോർഗീവ്നെസ്, ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കാൻ പഠിക്കും. അതേപോലെ എല്ലാവർക്കും അവിടെ അൺകണ്ടീഷണൽ ലവ് കൊടുക്കാനായിട്ട് പഠിക്കുക. ഈ ഒരു ജേർണീനെ എല്ലായ്പ്പോഴും ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് ഈ ജേർണി ഉണ്ടോ എന്ന് പോലും ഡൗട്ട് വരുന്ന പല സിറ്റുവേഷൻസ് ഡിവൈനായിട്ട്, അതൊരു ഡിവൈൻ ടെസ്റ്റായിരിക്കും, കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലിട്ട് തരും. അത്രയ്ക്കും കഠിനമായ പല പല പരീക്ഷകൾ, പല പല സിറ്റുവേഷൻസ് ഒരു ഫെമിനൈൻ എനർജിക്ക്, ഈവൻ മസ്കുലൈൻ എനർജിക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഫെമിനൈൻ എനർജിക്ക് ഇനിഷ്യലി ഇത് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെയും ആ ഒരു ക്ഷമയോടുകൂടി ട്രസ്റ്റ്, യൂണിവേഴ്സിലൊരു ട്രസ്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നർ വോയിസിനെ കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകുക. പിന്നെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും വലിയ ടാസ്കുകളിലൊന്ന് ഒരു ഫെമിനൈൻ എനർജീൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ലോജിക്കലായി പോയിടക്കൊക്കെ നമ്മൾ കുറച്ച് നാൾ ഇന്നർ വർക്കൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കിനി കുറച്ച് ലോജിക്കലാവണം, ഡേ ടു ഡേ ലൈഫിൽ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, അതായത് കാശുണ്ടാക്കണം അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഫ്ലിപ്പാവും. അത് നാച്ചുറലാണ് ഈ ഒരു ജേർണിയിൽ. അപ്പോഴൊക്കെയും മനസ്സിലാക്കുക ഇതൊരു ടെമ്പററി ആയിട്ട് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ വന്ന ഒരു മാറ്റമാണ്. കാരണം അവിടെ നമ്മൾ ആ ഒരു മസ്കുലൈൻ എനർജിയിലേക്ക് കണക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ എനർജി പിന്നെയും ഡിസ്ട്രോട്ടഡ് എനർജിയിലേക്ക് വരികയാണ് ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫെമിനൈൻ എനർജിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി തന്നെയാണ്, സ്പിരിച്വൽ പ്രാക്ടീസുകളാണെന്ന് മനസ്സിലാക്കി എല്ലായ്പ്പോഴും ആ ഒരു എനർജീനെ, ആ ഡിവൈൻ എസെൻസ് ഉള്ള ആ ഒരു എനർജീനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് സെൽഫ് ലവിലിരുന്നുകൊണ്ട് സെൽഫ് കെയർ എടുത്തുകൊണ്ട് തൻ്റെ പവറിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ, നമ്മുടെ ഇന്നർ ഫെമിനൈൻ എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക് ഒക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.